മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, മലയാളം ഫസ്റ്റിന്റെ പരീക്ഷയാണ്. അതില് മൊഴിമുത്തുകൾ എന്ന് പറയുന്ന ഒരു പാഠം നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? 3 പാഠങ്ങളാണ് അതിലുള്ളത്. ഈ യൂണിറ്റില് മൊഴിമുത്തുകൾ എന്ന് പറയുന്ന യൂണിറ്റില് 3 പാഠങ്ങൾ: മൊഴിയഴക്, മൊഴിയാഴം, എന്റെ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉപപാഠങ്ങളും ഉണ്ട്. ആദ്യം തന്നെ ONV കുറുപ്പിന്റെ മനോഹരമായ ഒരു നാടകഗാനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആരാണ്? ദേവരാജ മാഷ് ഈണം നൽകിയ, സംഗീതം നൽകിയ ഒരു മനോഹരമായ നാടകഗാനം. അതില് തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ പഞ്ചവർണ്ണ കിളി തത്തേ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതില് ഒരുപാട് കവികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ മലയാളത്തിന് പ്രധാനപ്പെട്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എഴുത്തുകാരെ കുറിച്ചാണ് അല്ലെ. ആദ്യം പറയുന്നത് ആരെ കുറിച്ചാണ്? മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ചാണ്. മലയാള ഭാഷയുടെ പിതാവാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പറയാണ്. തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ എന്ന് പറയുമ്പോൾ എഴുത്തച്ഛന്റെ ജന്മദേശമായ തിരൂരിലെ തുഞ്ചൻ പറമ്പിനെയും കിളിപ്പാട്ടു പ്രസ്ഥാനത്തെയും. അപ്പോൾ എന്താണ് ഈ കിളിപ്പാട്ടു പ്രസ്ഥാനം എന്ന് നമ്മൾ അറിയാം. കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന ഒരു കാവ്യരചനാ രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. നമുക്കറിയാം, സംസ്കൃത ഗ്രന്ഥങ്ങളായ രാമായണവും മഹാഭാരതവും നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി തന്നത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലേ. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടും തുഞ്ചത്ത് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണവും രണ്ടും കിളിപ്പാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കിളിപ്പാട്ടു പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ് നമ്മുടെ എഴുത്തച്ഛൻ അറിയുന്നത്. എന്തുകൊണ്ടാണ്? കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന ഒരു കാവ്യ രചനാ രീതിയായിരുന്നു അദ്ദേഹം കൈക്കൊണ്ടത്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ആരെക്കുറിച്ചും പഠിക്കാനുണ്ട്? കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പഠിക്കാനുണ്ട്. മാത്രമല്ല ചെറുശ്ശേരിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. കുഞ്ചൻ നമ്പ്യാര് ആരാണ്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അല്ലെ. ഇതിൽ പറയുന്നത് കുഞ്ചന്റെ കച്ചമണികൾ കൊത്ത് കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ എന്ന് പറഞ്ഞാല്, കച്ചമണി എന്ന് പറഞ്ഞാല് തുള്ളൽ കലാകാരന്മാര് അരയിൽ കെട്ടുന്ന കച്ചമണി, അതിനാണ് നമ്മൾ കച്ചമണി എന്ന് പറയാ. അതിനെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഒരുപാട് കവികളെ കുറിച്ച് പിന്നെയും നമുക്ക് പഠിക്കാനുണ്ട്. മാരത്തോണിൽ നമുക്ക് കൃത്യമായിട്ട് ഇതൊക്കെ പഠിക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? കൃത്യസമയത്ത് മാരത്തോണിൽ വരാം കേട്ടോ. പരീക്ഷയ്ക്ക് ഒരു ചോദ്യമെങ്കിൽ ഒരു ചോദ്യം നമുക്ക് ഇതിൽ നിന്ന് കിട്ടട്ടെ.